നമസ്കാരം ഗൈസ്. ഞാൻ ഈ ഒരൊറ്റ വീഡിയോയെ ഇന്ന് ബിഗ് ബോസിനെ റിലേറ്റ് ചെയ്തിട്ട് കറന്റ് ചെയ്യാൻ പ്ലാൻ ആക്കിയിട്ടുള്ളൂ. കാരണം അത് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയത് കൊണ്ട് തന്നെയാണ്. വേറൊന്നുമല്ല, ഇന്ന് ഫാമിലി വീക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇത് നല്ലപോലെ സ്ട്രൈക്കിംഗ് കണ്ടന്റ് ഇനി വന്നാൽ ഞാൻ ചെയ്യും കേട്ടോ, ഇന്ന് തന്നെ. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അടുത്തൊന്നും വരുന്നു. ഇനിയിപ്പോൾ ഒനിയുടെ ഫാമിലി കയറി നോക്കാം എന്തെങ്കിലും ഇത്. പക്ഷെ ഇപ്പോൾ ഇത് ഞാൻ ഈ ഒരു സംഭവം നോർമലി 2-3 ചെയ്യാറുണ്ടല്ലോ. അപ്പൊ ഇപ്പോഴത്തെ എന്റെ ടോപ്പിക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫാമിലി വീക്ക് വന്നു. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആൻഡ് ഹാപ്പി ആൻഡ് വെയിറ്റിംഗ് ഫോർ ദ പാരന്റ്സ്. അനുവിനൊക്കെ ആണെങ്കിലും ഭയങ്കര വെപ്രാളായിരുന്നു പാരന്റ്സിനെ കണ്ടിട്ട്, അല്ലെ? ചേച്ചിയും അമ്മയൊക്കെ കണ്ടിട്ട്. ചേച്ചി ഭയങ്കര സ്ട്രോങ് സപ്പോർട്ടിങ്, ലൈക്ക് ആ പവർ വാർത്താനത്തിൽ തന്നെ എന്നുള്ളൊരു ഫീല് നമുക്ക് കിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഗിസേലിന് ഉറക്കല്ല, നേരത്തെ എണീക്കുന്നു, ബാത്റൂമിൽ പോകുന്നു, തിരിച്ചു വന്നിരിക്കുന്നു, വെപ്രാളം. അനീഷ് ചോദിച്ചപ്പോൾ പറഞ്ഞു മമ്മി വരും, അതാണ് ഒരു പേടി. മമ്മി വരുമായിരിക്കും എന്ന് പറയുമ്പോൾ അതാണ് ഒരു പേടി. അപ്പൊ അനീഷ് ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾ തമ്മിലുള്ള കാര്യമാണോ? നിങ്ങൾ തമ്മിൽ സത്യം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ പേടിക്കണേ? അതല്ല, മമ്മി വന്ന് ചോദിക്കും, പുറത്തൊക്കെ പലതും പോയിട്ടുണ്ടല്ലോ. അതെന്താണ് ഈ പുറത്തേക്കൊക്കെ പലതും പോയിട്ടുണ്ടല്ലോ? അപ്പൊ ഗിസേലിന് അറിയാം എന്തോ പോയിട്ടുണ്ടെന്നല്ലേ. ഞാൻ ഈ പൊതപ്പിഷു അനു സംസാരിച്ചപ്പോ ഞാൻ ആ ഒരു ടോപ്പിക് പറഞ്ഞപ്പോൾ ഞാൻ സംസാരിച്ചതാണ്. എന്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിന് അത് പുറത്തേക്ക് വിടാതിരിക്കേണ്ട കാര്യമില്ല. എന്തിനത് ഹൈഡ് ചെയ്യണം? അതൊരു കോണ്ടന്റ് ആണല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം അവർ അതിന്റെ ഉള്ളിലെ കണ്ടസ്റ്റൻസിന്റെ ലൈഫിനെ പറ്റിയിട്ടൊന്നും ബോധേഡല്ല. ഇറ്റ്സ് എവറിത്തിങ് ഈസ് കോണ്ടന്റ് ആണ് അവർക്ക്. അപ്പൊ അത് പുറത്തേക്ക് വിടാം. അപ്പോൾ ലാലേട്ടൻ ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ പറഞ്ഞു, ഞാൻ ഇപ്പോഴും ഇതെല്ലാം നടന്നു എന്നല്ല ഞാൻ പറയുന്നത്. ചിന്തിക്കാനായിട്ട് കുറച്ച് സാധനങ്ങൾ, ഞാൻ ചിന്തിച്ച കുറച്ച് സാധനങ്ങൾ നിങ്ങളോട് തരണം. കുറച്ച് ലോങ് വീഡിയോ ആണ്, എല്ലാവരും കാണാം, അഭിപ്രായം കമന്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് തോന്നിയത്. ഓക്കെ, അപ്പോ ലാലേട്ടൻ പറഞ്ഞു ഇല്ല പറഞ്ഞിട്ടില്ല, അനു സ്ട്രോങ് ആയിട്ട് തന്നെ നിന്നു. അപ്പൊ ഞാൻ നുണ പറഞ്ഞോ എന്നുള്ള രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ ചോദിക്കുന്നത്. പിന്നെ അതിന് ശേഷം കാര്യം സംസാരിച്ചിട്ടില്ല. ഓക്കെ, പക്ഷേ ഗിസേലിനും ആര്യനും ഭയങ്കര വെപ്രാളായിരുന്നു പാരന്റ്സ് പറഞ്ഞനുസരിച്ചിട്ട്. ഗിസേലിന്റെ ഫാമിലി, അതായത് അമ്മ മൈൻഡ് ചെയ്തില്ല. ആര്യന്റെ അമ്മ ഓക്കെ സംസാരിച്ചു, കാര്യങ്ങളെല്ലാം ചെയ്തു, എല്ലാം നോർമൽ രീതിയിൽ സംസാരിച്ചു. പക്ഷെ ഇവര് രണ്ടുപേരും ഈ പുരോഗമനം പറയുന്നു, അത് പറയുന്നു, ഇത് പറയുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഗിസയിലും പറഞ്ഞു, ഞങ്ങള് അൺമാരീഡ് ആണ്, ഞങ്ങൾ തമ്മിൽ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറയും, ഉമ്മാച്ചു എന്ന് പറയും എന്നൊക്കെ രീതിയിൽ ഭയങ്കര ഫ്ലാറ്റഡ് ആയിട്ട് ഭയങ്കര തിങ്ക് ചെയ്യുന്ന രീതിയിൽ ലോജിക്കലേക്ക് സംസാരിച്ചു. ആ ഒരു സ്മാർട്ട്നെസ് ഗട്സ് ഒന്നും എന്റെ പാരന്റ്സ് വരുന്നു പറഞ്ഞപ്പോൾ കണ്ടില്ല. എന്താണോ അങ്ങനെ പേടിച്ചത്? എന്താണോ ഇപ്പൊ മാറി കിടക്കുന്നത്? നിങ്ങൾ പറയുന്നതിൽ സത്യമുണ്ട്, നിങ്ങൾക്ക് ആരും പറയുന്നതിൽ ബോധേഡല്ല, ഞങ്ങൾ അങ്ങനെ തെറ്റായ രീതിയിൽ ചെയ്തിട്ടില്ല, സ്റ്റിൽ ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞപ്പോ ആ ഒരു സ്റ്റാൻഡ് നിൽക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്തിനാണ് മാറിക്കിടന്നത്? അതേപോലെ തന്നെ അവിടെ ഒനീല് പറയുന്നു സംതിങ് റോങ്. അതിനെപ്പറ്റി സംസാരിക്കാൻ, ഡിസ്കസ് ചെയ്യാൻ എനിക്ക് ഇവിടെ താല്പര്യമില്ല. അവിടെ കുശുഷ്കു സംസാരം എല്ലാവർക്കും വന്നു തുടങ്ങി, സംസാരിച്ചു തുടങ്ങി, തോന്നി തുടങ്ങി. ഈവൻ അക്ബർ വരെ പറഞ്ഞു, ഈവൻ നിങ്ങളുടെ ഇതിൽ എന്തോ ഒരു സംതിങ് റിലേഷൻഷിപ്പ് ഫാക്ടർ പോലെ കാണുന്നു എന്നുള്ളത്. അതില് കുറച്ച് നിഷ്പക്ഷമായിട്ട് നിൽക്കുന്നത് ലക്ഷ്മിയുടെ നെവിനും നമ്മുടെ അനീഷയൊക്കെയാണ്. പക്ഷെ അവിടെ എന്നാലും ആൾക്കാർക്ക് സംശയം വരുന്നുണ്ട്. അപ്പൊ ഇവർ തമ്മിൽ മാറിക്കിടന്നു കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് പറയുന്നത് ശരിയാണ്, പ്രേക്ഷകർക്ക് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല എന്ന്. ഈ പ്രേക്ഷകരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം പാരന്റ്സ് വന്നിട്ട് രണ്ടുപേരും മാറിക്കിടക്കണം, നിങ്ങളുടേതായ കാര്യങ്ങൾ നോക്കണം, റിഗ്രറ്റ് ഇല്ലാതെ ഗെയിം കളിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴാണോ? അതേപോലെ ഗിസേലിന്റെ അമ്മ ആരും തൊട്ട് തൊഴുതപ്പോ പോലും മൈൻഡ് ചെയ്തില്ല. ഷീ സെഡ് ലോട്ട് ഓഫ് എക്സ്ക്യൂസസ്. അപ്പൊ ഇതിൽ നിന്നും ഒക്കെ മനസ്സിലാക്കേണ്ടത്, അതുപോലെ അഭിശ്രീയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, അതിലും സംതിങ് ഫിഷ് ആയിട്ട് അവിടെ ഇവിടെ തൊടാതെയാണ് സംസാരിച്ചിരിക്കുന്നത്. സോ അനുമോൾ, അൺഫോർച്ചുനേറ്റ്ലി അനുമോള് പറഞ്ഞതും കണ്ടതിലും എന്തോ ഉണ്ട് എന്നുള്ള രീതിയിൽ ഇവർ രണ്ടുപേരും തന്നെ, അതായത് ഗിസേലും ആര്യനും തന്നെ ഇപ്പൊ ബിഹേവ് ചെയ്ത് തുടങ്ങി. അല്ലെങ്കിൽ സ്വന്തം പാരന്റ്സ് വരുമ്പോൾ ഇങ്ങനെ പേടിക്കുകയും നെർവസ് ആവുകയും സെപ്പറേറ്റ് ആയിട്ട് വന്നാൽ മതി, ആര്യന്റെയും എന്റെയും പാരന്റ്സ് ഒരുമിച്ച് വരണ്ട എന്നൊക്കെ പറഞ്ഞ് പേടിക്കേണ്ട കാര്യം എന്താണുള്ളത്? അപ്പൊ ഇപ്പൊ മാറിക്കിടന്നു. നിങ്ങൾ പറഞ്ഞ ഉറച്ച നിലപാടിൽ, അതായത് ഞങ്ങൾ ഫ്രണ്ട്സാണ്, ആളുകൾ എന്ത് വേണേ പറഞ്ഞോട്ടെ, ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല, അങ്ങനെ ചെയ്തിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അനുവിനോട് വിറ്റായി പോവോന്നൊക്കെ ചോദിച്ച ഗിസേലിന് അമ്മയെ കണ്ടപ്പോൾ എന്താണ് മുട്ടുകാലി ഇങ്ങനെ വരച്ചത്? സോ സംതിങ് ഇസ് ദർ. ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇഫ് അനു പറഞ്ഞത് സത്യമാണെങ്കിൽ കാലമായിട്ട് തെളിയിക്കട്ടത്. ഈ കാലം എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾക്കൊക്കെ കുറച്ച് കാലം ഉണ്ടാവുള്ളൂ. ഇനി ബിഗ് ബോസ് തീരാൻ കുറച്ച് സമയം കൂടി ഉള്ളൂ. അപ്പം എവിടെയോ എന്തോ ഒരു തകരാറുണ്ട് എന്നുള്ള കാര്യത്തിൽ നോ ഡൗട്ട് അറ്റ് ഓൾ. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം.